എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിലും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കൊടുത്തിടാൻ പറ്റിയ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഡോറ കേക്ക് എന്നാണ് ഈ ഒരു കേക്കിൻ്റെ പേര്. പക്ഷേ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ സാധാരണ കേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു മെനക്കേടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ ഒരു കോഴിമുട്ട നമുക്കിതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലുള്ള കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കോഴിമുട്ട എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസോളം വരുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ്. മുഴുവനായിട്ടുള്ള പഞ്ചസാര എടുക്കരുത്, പൊടിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ. അതും കൂടി നമുക്ക് ഈ ഒരു മുട്ടയുടെ കൂടി അങ്ങോട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതുപോലുള്ളൊരു ഫോർക്കോ അല്ലാന്നുണ്ടെങ്കിൽ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഈ മുട്ടയിൽ അങ്ങോട്ട് അലിയണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1 ടീസ്പൂൺ അളവിൽ തേനാണ്, അതായത് ഹണിയാണ് കേട്ടോ. ഹണി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് 1 ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കണം. പിന്നെ മുട്ടയുടെ മണം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈദയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പഞ്ചസാര അളന്നെടുത്തിട്ടത് അതേ സെയിം ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ്സിലോളം വരുന്ന മൈദ ഇതുപോലെ അരിപ്പയിൽ കൂടി അരിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ഒരു തവണ ഒന്ന് അരിച്ചെടുത്തിട്ട് ഈ ഒരു മിക്സിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ. ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല, നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ആ ഒരു ഇളം ചൂട് മാത്രം. പിന്നെ പാലൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു രീതി തന്നെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ബലം കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഇതുപോലുള്ളൊരു തവയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് സ്പാച്ചിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് മാവിൻ്റെ കറക്റ്റ് പരുവം. ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല, അതേപോലെ ഒരുപാട് ടൈറ്റ് ആയിട്ടിരിക്കാനും പാടില്ല കേട്ടോ. നമ്മളിതുപോലെ സ്പാച്ചിലോ തവിയോ വെച്ചിട്ട് താഴോട്ട് ഇടുന്ന സമയത്ത് റിബൺ പോലെ താഴോട്ട് വിടണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം പാന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു തവി മാവ് നമുക്കിതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു മാവ് സ്പൂണ് കൊണ്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ വെച്ചിരുന്നാലും മതി. പിന്നെ ഇത് അടച്ചു വെക്കുകയും ചെയ്യരുത് കേട്ടോ. അടച്ചു വെച്ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു അടച്ചു വെക്കുന്ന പാത്രത്തിലെ വെള്ളമൊക്കെ ഇതിലോട്ട് വീണ് അത് നന്നായിട്ട് വരില്ല. അതുകൊണ്ട് അടച്ചു വെക്കേണ്ട കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് തീ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി പതുക്കെ ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ബബിൾസ് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് സ്പൂണ് വെച്ചിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് മറിച്ചിടാതെ പതുക്കെ ഇതുപോലെ ഒന്ന് സൈഡൊക്കെ തട്ടിക്കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും ഇതുപോലെ ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് പാനിൽ നമ്മളെടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ എല്ലാ പാൻ കേക്കും ഇതുപോലെ നമുക്കങ്ങ് ചുട്ടെടുക്കാം. 2 കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. പിന്നെ ഇതിൻ്റെ അടിഭാഗവും അതുപോലെ 2 വശവും ഈ ഒരു പാൻ കേക്കിൻ്റെ 2 വശവും ഒരുപാട് കളർ മാറാതെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പാൻ കേക്കാണ്, കാരണം നമ്മളിതിൽ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇത് പാൻ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫില്ലിങ്സ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത് ന്യൂട്ടല്ലയാണ് കേട്ടോ. ന്യൂട്ടല്ലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗണാഷോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടോ ഇനി ജാമ്പോ ഇനി ഇതൊന്നും ഇല്ല, പ്ലെയിനായിട്ട് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോട് കൂടി കഴിക്കുക, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഒരെണ്ണത്തിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ന്യൂട്ടല്ല വെച്ച് കൊടുത്തതിന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതുക്കെ മറ്റൊരെണ്ണം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുത്തിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ചൂടോട് കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ച് കിട്ടും. എൻ്റെ ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂട് മാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒട്ടിക്കിട്ടാനായിട്ട് ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്യാമറയൊക്കെ അവിടെ എവിടെയും സെറ്റാക്കി കൊടുക്കുന്ന സമയത്ത് ആ ഒരു സമയമാകുമ്പോഴേക്കും ചൂട് ഇതിൻ്റെ അത്യാവശ്യം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടിക്കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് കട്ട് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്.
പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള പാൻ കേക്ക് തന്നെയാണ്. പിന്നെ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ബീറ്റർ ഓവനൊന്നും ഉപയോഗിക്കില്ല. നമ്മുടെ വീട്ടിൽ ഫ്രൈ പാനിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡിൽ തന്നെയാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും കാണുന്നവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ വന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. പിന്നെ കാണുന്നവർ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.